നമ്മൾ കുറേ വാർത്തകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഓർമ്മയില്ലേ പത്തനംതിട്ടയിൽ നിന്ന് വന്ന നരബലി വാർത്തയടക്കം, മന്ത്രവാദം, നരബലി, മരണാനന്തര ജീവിതം, അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ. തിരുവനന്തപുരത്ത് നിന്ന്, നന്ദൻകോട് നിന്ന് വന്ന വാർത്തകൾ മുതൽ നമ്മളിങ്ങനെ കുറേ വാർത്തകൾ കാണുകയാണ്. കുറച്ചു കാലമായി പ്രബുദ്ധരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നമുക്കിടയിൽ സുപരിചിതമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. 100% സാക്ഷരത നേടിയെന്ന് നമ്മൾ അഭിമാനിക്കുമ്പോഴും നമുക്കിടയിൽ അന്ധവിശ്വാസങ്ങൾ പെരുകുന്നുണ്ട്. അതുവഴിയുള്ള തട്ടിപ്പുകളും നടക്കുന്നുണ്ട്. സമീപകാല വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് അതാണ്. പ്രാഥമിക വിദ്യാഭ്യാസമുള്ളവർ മുതൽ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ വരെയാണ് പലപ്പോഴും തട്ടിപ്പിന് ഇരയാകുന്നത്. കേരളത്തെ ആകെ ഞെട്ടിച്ച പത്തനംതിട്ട ഇലന്തൂരിലെ നരബലി. ഐശ്വര്യം ലഭിക്കാനും സമ്പത്ത് വർദ്ധിക്കാനും ലോട്ടറി വിറ്റ് ജീവിച്ചിരുന്ന 2 സ്ത്രീകളെ ഭഗവത് സിംഗും ഭാര്യ ലൈലയും ഏജന്റ് മുഹമ്മദ് ഷാഫിയും ചേർന്ന് കൊലപ്പെടുത്തി. ഇവർ മനുഷ്യമാംസം കഴിച്ചെന്നും കേസ്. ഇടുക്കി കമ്പകക്കാനത്ത് ഒരു കുടുംബത്തിലെ 4 പേരെ കൊന്നു കുഴിച്ചുമൂടിയത് മന്ത്രശക്തിക്ക് വേണ്ടി. ഗുരുവായിരുന്ന കൃഷ്ണന്റെ മന്ത്രശക്തി ലഭിക്കാനും അതുവഴി ഗുരുവിന്റെ സ്വത്തടിച്ചു മാറ്റാനും ശിഷ്യനായ അനീഷും സുഹൃത്തും ചേർന്ന് നടപ്പാക്കിയ അരും കൊല. അരുണാചൽ പ്രദേശിൽ മലയാളി ദമ്പതികളും സുഹൃത്തും മരിച്ചത് അന്യഗ്രഹ ജീവിതം സ്വപ്നം കണ്ട്. ഡാർക്ക് നെറ്റ് വഴി ആൻഡ്രോമീഡ ഗാലക്സിയിൽ നിന്നുള്ള മൈതി എന്ന സാങ്കല്പിക കഥാപാത്രവുമായായിരുന്നു അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ സംസാരം. ഒടുവിൽ ആത്മാഹൂതി. സ്വർണം ഇരട്ടിപ്പിക്കുന്ന ജിന്നുമ്മയാണ് അടുത്ത കഥാപാത്രം. ജിന്നുമ്മയും സംഘവും പ്രവാസി വ്യവസായിയായ MC അബ്ദുൾ ഗഫൂറിനെ കൊന്നത് 596 പവൻ സ്വർണം തട്ടിയെടുക്കാൻ. സ്വർണം ഇരട്ടിച്ചു ലഭിക്കാൻ കാത്തിരുന്ന അബ്ദുൾ ഗഫൂറിന് ലഭിച്ചത് മരണവും. ഈ പട്ടികയിൽ ഒടുവിലത്തേതാണ് ഇപ്പോഴത്തെ സമാധി വിവാദവും. അച്ഛൻ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞ് മക്കൾ സമാധി പീഠത്തിലിരുത്തി സ്ലാബിട്ട് മൂടിയെന്നാണ് ഉയർന്നുവന്ന പരാതി. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ. വിശ്വാസമുണ്ട് എല്ലാവർക്കും. പക്ഷേ വിശ്വാസമുള്ളവരെ പറ്റിക്കുന്നവരെ നമ്മൾ തുറന്നു കാട്ടുക തന്നെ വേണം. അത് ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കിടപ്പുരോഗിയായിരുന്നു ആ അച്ഛൻ, ഗോപൻ സ്വാമി എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പോലീസ് അത് അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. കുറെ